അത്യുജ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആഹ്ലാദത്തിലാണ് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും അനുഭാവികളും. കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഈ വിജയത്തിൽ ആത്മാർത്ഥമായും സന്തോഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലത്തെ കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രയാണത്തിൽ ഒരു വഴിത്തിരിവ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടായിരിക്കുകയാണ്. കേരളത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രതിഭാസം, ഒന്നുകിൽ ഇടതുമുന്നണി അല്ലെങ്കിൽ വലതുമുന്നണി, LDF അല്ലെങ്കിൽ UDF. LDFിനെതിരായി ജനങ്ങൾ തിരിയുമ്പോൾ അത് UDFന് പ്രയോജനകരമാവും. UDFിനെതിരായിട്ടുള്ള വികാരം സ്വാഭാവികമായി LDFന് ഗുണം ചെയ്യും. ഇതാണ് കേരളത്തിൽ 7 പതിറ്റാണ്ടായിട്ട് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 2024 തെരഞ്ഞെടുപ്പിൽ ഇതാദ്യമായി LDFും UDFും മാത്രമല്ല, മൂന്നാമതൊരു ശക്തി കൂടി കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അത്യുജ്വലമായ വിജയമാണ്. ഇത് കേരളമാണ്. BJPക്ക് ബാലികേറാമലയാണ്. 1ാം സ്ഥാനത്ത് പോയിട്ട് നിങ്ങൾ 2ാം സ്ഥാനത്ത് പോലും ഒരു സീറ്റിലും എത്തില്ല. അനേകം തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് ഞാനിവിടെ ആവർത്തിച്ചത്. ഇത് കേരളമാണ്. ഇത് BJPക്ക് ബാലികേറാമലയാണ്. നിങ്ങൾ 1ാം സ്ഥാനത്ത് പോയിട്ട് 2ാം സ്ഥാനത്തും എത്തില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസും അത് ആവർത്തിച്ചു. മാധ്യമ നിരീക്ഷകന്മാരും അത് തലകുലുക്കി സമ്മതിച്ചു. ഞാൻ പറയുന്നു, ഇത് കേരളമാണ്. നമ്മൾ 1ാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്, 2ാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. ഇനി കേരളം ഭരിക്കാൻ പോകുന്നതും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവുമായിരിക്കും. ഇത് പറഞ്ഞ LDFനും BJPക്കും ഒരു സീറ്റാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ഇത് പറഞ്ഞ LDFന്റെ വോട്ട് ഷെയറും BJPയുടെ വോട്ട് ഷെയറും തമ്മിൽ 2-3 വിരലുകളിൽ എണ്ണാവുന്ന ശതമാനത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഞാൻ ഇവിടെ മുൻ പ്രസിഡന്റുമാരെല്ലാവരും ഇരിക്കുന്നുണ്ട്. മാരാർജി മാത്രമാണ് ഈ സന്ദർഭത്തിൽ. ശ്രീധരൻ മാസ്റ്റർ വന്നിട്ടുമില്ല. സ്വർഗീയ KG മാരാർജി, ശ്രീധരൻ മാസ്റ്റർ മുതൽ ഞാൻ നേരത്തെ പേര് പറഞ്ഞ എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരും അവരുടെ നേതൃത്വത്തിൻ്റെ കാലയളവിൽ കേരളം മുഴുവൻ നടന്ന്, ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് മുക്കിലും മൂലയിലും നടന്ന്, ഒരു പ്രതീക്ഷയും ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ച് ഇല്ലാതിരുന്ന കാലത്ത് അവർ നടത്തിയ ധീരമായ പരിശ്രമങ്ങളാണ്, വലിയ പോരാട്ടങ്ങളാണ്. അടിത്തറ പാകാൻ അവർ നടത്തിയ പരിശ്രമങ്ങളാണ്, അവരൊഴുക്കിയ വിയർപ്പാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോലുള്ള പുതിയ തലമുറ ഇന്ന് ഈ വിജയം കാണുമ്പോൾ, സന്തോഷിക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ആ മഹാരഥന്മാരെയാണ്. ഞാൻ ഈ ഒരു സീറ്റിന്റെ വിജയവും 20% വോട്ടിലേക്കുള്ള നമ്മുടെ പ്രയാണവും പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുടെ കാലുകളിൽ സമർപ്പിക്കുകയാണ്. മാത്രമല്ല, എത്രയെത്ര ബലിദാനികൾ ഈ പതാക വാനിൽ ഉയർത്താൻ അനുവദിക്കില്ല. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ കൊടി ഇവിടെ ഉയരുകയില്ല എന്ന് പറഞ്ഞവർ, അല്ലാതെ വേറെ എന്തെങ്കിലും പിടിച്ചുപറിയുടെയും ഇതുപോലെ ഇപ്പോഴത്തെ പോലെ SFIക്കാർ DYFIക്കാർ ചെയ്യുന്നത് പോലുള്ള എന്തെങ്കിലും കള്ളക്കടത്തിന്റെ പേരിലല്ല. ഈ പതാക, കുങ്കുമഹരിത പതാക, ഈ കാവി പതാക കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഉയർത്താൻ നിങ്ങൾക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞിടത്ത് മരണം സംഭവിച്ചാലും, കഴുത്തിന്റെ മുകളിൽ നിന്ന് തല അറുത്തുപോയാലും ഈ പതാക വാനിൽ ഉയർത്തും എന്ന് പറഞ്ഞുകൊണ്ട് പോരാടിയതിന്റെ പേരിലാണ് 10-200 ആളുകൾ നമുക്ക് വീരബലിദാനികളായി മാറിയത്. എത്രയെത്ര സഹപ്രവർത്തകർ, കൂടെ ഉണ്ടായിരുന്നവർ. ഇവിടെ MT രമേശും ഞാനുമൊക്കെ യുവമോർച്ചയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ KT ജയകൃഷ്ണൻ മാസ്റ്റർ മുതൽ അടുത്ത കാലത്ത് OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് രഞ്ജിത്ത് ശ്രീനിവാസൻ വരെയുള്ള ദീർഘമായ ചരിത്രം, വീരബലിദാനത്തിൻ്റെ,
കേരളത്തിൽ ഒരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ, ചെറുത്തുനിൽപ്പിൻ്റെ, പോരാട്ടത്തിൻ്റെ കഥയാണ് കേരളത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്കുള്ളത്. പ്രധാനമന്ത്രി എപ്പോഴും ആവർത്തിച്ച് പറയാറുണ്ട് കേരളത്തെക്കുറിച്ച്. ദേശീയ അധ്യക്ഷൻ JP നഡ്ഡാജി പറയാറുണ്ട് കേരളത്തെ പ്രവർത്തകരുടെ ത്യാഗത്തെക്കുറിച്ച്. MLA-യും പഞ്ചായത്ത് പ്രസിഡന്റും MP-യും ഒന്നും ആകുമെന്ന് വിചാരിച്ചിട്ടല്ല, മന്ത്രി ഒന്നും ആകുമെന്ന് വിചാരിച്ചിട്ടല്ല അവരാരും നടന്ന കനൽ വഴികളിലൂടെ, ധീരമായ പോരാട്ടങ്ങളിലെ വഴികളിലൂടെ സഞ്ചരിച്ചത്. ഞാൻ അവരെല്ലാം സ്മരിക്കുകയാണ്. അവരുടെ പാതാരവിന്ദങ്ങളിൽ, അവരുടെ ആത്മാക്കളുടെ മുമ്പിൽ ഈ BJP നേടിയ കരുത്താർന്ന വിജയം അവരുടെ പാതാരവിന്ദങ്ങളിൽ, അവരുടെ സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി. തീർച്ചയായിട്ടും ഇത് അമിതമായി ആഹ്ലാദിക്കാനോ സന്തോഷിക്കാനോ ഉള്ള അവസരമല്ല എന്നെനിക്കറിയാം. അമിതമായി ആഹ്ലാദിക്കാനും സന്തോഷിക്കാനോ ഒന്നുമില്ല. ഒരു വഴിത്തിരിവിലേക്ക് കേരളത്തിലെ ജനങ്ങൾ ഒരു വഴി കാണിച്ചു തന്നിരിക്കുകയാണ്. എന്താണ് ആ വഴി? നിങ്ങൾ മുമ്പോട്ട് പോകണം. BJP-യും ദേശീയ ജനാധിപത്യ സഖ്യവുമാണ് മുമ്പോട്ട് പോകേണ്ടത്, UDF അല്ല. പിണറായി വിജയന്റെ സർക്കാരിനെതിരായി, അഴിമതിക്കെതിരായി, കൊള്ളരുതായ്മയ്ക്കെതിരായി ശക്തമായ പ്രതിഷേധമുള്ള വോട്ടർമാരാണ് ആ വഴി കാണിച്ചു തന്നിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ആന്റി ഇൻകംബൻസി, സർക്കാരിനെതിരെയുള്ള വികാരം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷിക്കാം. അതിലൊരു 0.1% പോലും ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് പോയിട്ടില്ല. അതെല്ലാം ലഭിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. എന്താണ് ആ സന്ദേശം? പിണറായി വിജയനെ നേരിടാൻ ഞങ്ങൾ UDF-നെ അല്ല പ്രതീക്ഷിക്കുന്നത്. ചങ്കുറപ്പോടെ പിണറായി വിജയന്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ, ഈ ഇടത് രാഷ്ട്രീയം, ഇവിടുത്തെ ഈ വർഗീയത, കൊലപാതക രാഷ്ട്രീയം, അഴിമതി, ഇത് അവസാനിപ്പിക്കാൻ ജനങ്ങൾ വഴി തുറന്നു തന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരോടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമിതമായ ആഹ്ലാദിച്ച് ആലസ്യത്തിൽ ഇരിക്കാനുള്ള ജനവിധിയല്ല ഇത്. മുമ്പോട്ട് പോകാനുള്ള ജനവിധിയാണ്. പിണറായി വിജയൻ സർക്കാരിനെയും ഈ കമ്മ്യൂണിസ്റ്റ് മാടമ്പിത്തരത്തെയും കേരളത്തിന്റെ മണ്ണിൽ കെട്ടിച്ച് ദേശീയതയുടെ ഗംഗാ പ്രവാഹം കേരളത്തിൽ ഒഴുക്കാനുള്ള ഭഗീരഥ ദൗത്യമാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിലൂടെ BJP-ക്ക് നൽകിയിട്ടുള്ളത്. നാം അത് ഏറ്റെടുക്കുകയാണ്. അടുത്ത 2 വർഷം നമുക്ക് വിശ്രമമില്ലാത്ത നാളുകളാണ്. എത്ര നാം ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിച്ചോ. കഴിഞ്ഞ 3 കൊല്ലം ഇവിടെ MT രമേശ് സൂചിപ്പിച്ചു, ഒരുപാട് ആക്ഷേപങ്ങൾ നമ്മൾക്ക് കേൾക്കേണ്ടി വന്നു. ആദരണീയനായ രാജഗോപാൽജി നേടിയ നേമത്തെ സീറ്റ് നമുക്ക് നഷ്ടമായപ്പോൾ, നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയാതെ പോയപ്പോൾ, പക്ഷെ നമ്മൾ നിരാശരായില്ല. ആക്രമണങ്ങളെയും വിമർശനങ്ങളെയും കണ്ട് നാം പരിങ്ങിയില്ല. കള്ളക്കേസുകളും അതുപോലുള്ള വലിയ തോതിലുള്ള ഭീഷണികളും വന്നപ്പോഴും നാം മുട്ടുമടക്കിയില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാമായിരുന്നു കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകരുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസം നമുക്കുണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ 2 വർഷം 3 വർഷം എന്തെല്ലാം കാര്യങ്ങളിലാണോ ശ്രദ്ധിച്ചത്, എന്തെല്ലാം പ്രവർത്തനങ്ങളാണോ നാം നടത്തിയത്, അത് അതിൻ്റെ 4-5 ഇരട്ടി വേഗതയിൽ, കൂടുതൽ സമയം വിശ്രമമില്ലാതെ പ്രവർത്തിക്കാനുള്ള വലിയ സന്ദേശമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 1-2 കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഞാൻ രാഷ്ട്രീയം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിക്കൊണ്ട് 2 മുന്നണികളും നടത്തുന്ന പല നീക്കങ്ങളും, അവരുടെ പ്രസ്താവനകളും അവരുടെ പ്രമേയങ്ങളും എല്ലാം കാണുമ്പോൾ എത്രമാത്രം ആശങ്കാകുലരാണ് അവരെന്ന് നമുക്ക് ബോധ്യമാവും. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്, നാം അത് തിരിച്ചറിയേണ്ടതാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയ്ക്ക് കോട്ടം തട്ടുമ്പോൾ, അവരുടെ പാർട്ടി പ്രവർത്തകർ തന്നെ അവരുടെ നയങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ട് ബാലറ്റിലൂടെ പരിശ്രമിക്കുമ്പോൾ അവരെപ്പോഴും സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് വെല്ലുവിളിയുടെയും ഭീഷണിയുടെയും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ശരിയായ കാര്യങ്ങൾ വിശദീകരിച്ച് തെറ്റ് തിരുത്തുന്നതിന് പകരം ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ തിരിച്ചടിക്ക് കാരണമായി എന്നവർ കണക്കാക്കുന്ന ജനവിഭാഗങ്ങളുടെ നേരെ കൈ ഉയർത്താനാണ് CPIM-ഉം അവരുടെ നേതാക്കന്മാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ അടിത്തറയ്ക്ക് വലിയ ഇളക്കം തട്ടിയത് ഭൂരിപക്ഷ സമുദായത്തിലെ വലിയ അവശ പിന്നോക്ക ജനവിഭാഗങ്ങൾ കൂട്ടത്തോടെ അവരെ കൈയൊഴിയാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ആ കാര്യം ബോധ്യമായവർ
ഭൂരിപക്ഷ സമുദായത്തിലെ സാമൂഹ്യ സംഘടനകളെയും സമുദായ സംഘടനകളെയും നേതാക്കന്മാരെയും എല്ലാം ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭൂരിപക്ഷ സമുദായത്തിലെ വലിയ വിഭാഗം ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്തതാണ്. ശരിയായ നടപടിയല്ല, തെറ്റ് തിരുത്തണം, നിങ്ങൾ തെറ്റാണ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത് തെറ്റാണോ? എങ്ങനെയാണ് തെറ്റായി മാറുന്നത്? പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ചില സംഘടനകളെ പരസ്യമായി വിമർശിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് CPM ശ്രമിക്കുന്നത്. ഞാൻ അവരോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ സാക്ഷി നിർത്തി ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണച്ചതിന്റെ പേരിൽ ഇവിടെ ആർക്കും തന്നെ അവരുടെ ഒരു രോമത്തിലും ഒരു പോറൽ പോലും ഏൽക്കാൻ പോകുന്നില്ല. കേരളത്തിൽ നിങ്ങളുടെ ഏത് വെല്ലുവിളിയെയും നേരിട്ടുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും. മറ്റൊരു കാര്യം അവർ പറഞ്ഞത്, ക്രൈസ്തവ സമൂഹത്തിലെ ചില പുരോഹിതന്മാരെയും മറ്റും പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, ചില ആളുകളെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർ വിമർശിക്കുന്നു. ക്രിസംഗികളാണ് ഇവരെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിണറായി വിജയനോടും CPMനോടും പറയാൻ ആഗ്രഹിക്കുന്നു, ക്രൈസ്തവ സമൂഹത്തിൽ ആരെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരെ സംരക്ഷിച്ചു നിർത്താനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. വിരട്ടലും ഭീഷണിയും നിങ്ങൾക്കിവിടെ നടക്കാൻ പോകുന്നില്ല. ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി രംഗത്തുണ്ടാവും. കോളേജ് അധ്യാപകരെ ആക്രമിക്കാൻ SFI ആൾക്കാരെ വിടുകയാണ്, പ്രിൻസിപ്പാൾമാരെ ആക്രമിക്കുന്നു. എല്ലായിടത്തും അക്രമം ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതിനെ ശരിയായി അറിഞ്ഞ് നേരിടുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് സ്വയം കൃതാനർത്ഥമാണ് ശ്രീ പിണറായി വിജയൻ, ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ. മറ്റുള്ളവരെ പഴി പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല. തെറ്റ് തിരുത്താനാണെങ്കിൽ ശരിയായ നിലയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം. MA ബേബിയൊക്കെ പച്ചക്കുതിരയിൽ എഴുതുകയാണ്. പച്ചക്കുതിരയിൽ എഴുതിയത് കൊണ്ട് കാര്യമില്ല. തെറ്റ് തിരുത്തണം, നിങ്ങളുടെ നേതാക്കന്മാരുടെ തെറ്റുകൾ തിരുത്തണം. ഇന്നലെ ആരോ പറയുന്ന കേട്ടോ, ആലപ്പുഴയിലെ കളകൾ ഒക്കെ പറിച്ചു മാറ്റുന്നു. സർ, ആലപ്പുഴയിലെ കളയല്ല ആദ്യം പറിച്ചു മാറ്റേണ്ടത് പിണറായിയിലെ പാറപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കളയാണ്, ഇത്തിൽ കണ്ണിയാണ്. ഈ പ്രസ്ഥാനത്തെ, ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഭരണസിരാ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നെറികേടുകളാണ്, അഴിമതിയാണ്, കുടുംബവാഴ്ചയാണ്, തീവട്ടിക്കൊള്ളയാണ് നിങ്ങളുടെ പതനത്തിന് ആക്കം കൂട്ടിയത്. ആ കള പറിക്കാനുള്ള ധൈര്യം MV ഗോവിന്ദനുണ്ടോ? ആ കള പറിക്കാനുള്ള ധൈര്യം കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏതെങ്കിലും ഒരു നേതാവിനുണ്ടോ? പച്ചക്കുതിരയിൽ എഴുതിയത് കൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ പാർട്ടിക്കകത്ത് പാലക്കാട് പ്ലീനം അംഗീകരിച്ച നടപടിക്രമങ്ങൾ പാലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മകനും മകളും മകളുടെ ഭർത്താവും ചേർന്നുള്ള സിൻഡിക്കേറ്റ് ഭരണമല്ലേ, കുടുംബാധിപത്യ ഭരണമല്ലേ കേരളത്തിൽ നടക്കുന്നത്? PSC മെമ്പർമാരെ നിയമിക്കാൻ 50 ലക്ഷവും 25 ലക്ഷവും കൈക്കൂലി വാങ്ങിയത് വെറും ഏരിയ കമ്മിറ്റി മെമ്പറാണോ? അല്ല, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവരുടെ നേരെയാണ് ആക്ഷേപം വന്നിരിക്കുന്നത്. സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്ന ആൾക്കെതിരെയാണ് ആക്ഷേപം വന്നിരിക്കുന്നത്. നടപടിയെടുക്കാനുള്ള ധൈര്യം മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടോ? തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ധരിക്കണ്ട. ആലപ്പുഴയിൽ G. സുധാകരനെ അടുത്ത ആഴ്ച പുറത്താക്കുമെന്ന് ചില മാധ്യമങ്ങളിൽ ഞാൻ വാർത്ത കണ്ടു. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെയാണ് പാർട്ടി പുറത്താക്കുന്നതെങ്കിൽ ഒരു കാര്യം പിണറായി വിജയൻ ആലോചിക്കണം. പണ്ട് ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ചു കൊണ്ട് പോകുന്ന ഒരു ബദൽ മുന്നണി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പലരെയും പുറത്താക്കിയ കാലത്ത് ശരിയായ ബദൽ ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു മുന്നണി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് കേരളത്തിൽ അതല്ല സ്ഥിതി. ഇന്ന് ശരിയായ ഒരു ബദൽ മുന്നണി ഏതാണ്ട് 20% വോട്ടുമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ എല്ലാ അനീതിക്കുമെതിരെ പോരാടി രക്തസാക്ഷികളാകേണ്ടി വരുന്നവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയോടൊപ്പം നിർത്താൻ കഴിയുന്ന ഒരു മുന്നണി കേരളത്തിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന് വികസനത്തിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയം ആവശ്യമുണ്ട്. കേരളത്തിന് മോദിയുടെ ഒരു ബദൽ രാഷ്ട്രീയം ആവശ്യമുണ്ട്.
എന്നുള്ളത് ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിനെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പാർട്ടിയുടെ സാമൂഹ്യ അടിത്തറ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മളെ പിന്തുണയ്ക്കാത്ത ജനവിഭാഗങ്ങളെയെല്ലാം അങ്ങോട്ട് പോയി ചെന്ന് കണ്ട് അവരെ ശരിയായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. LDFന്റെയും UDFന്റെയും വർഗീയ പ്രീണന രാഷ്ട്രീയത്തിനുകൂടിയുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഭാരതീയ ജനതാ പാർട്ടി ആ വർഗീയ പ്രീണന രാഷ്ട്രീയത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ശരിയായ നിലപാട് മതന്യൂനപക്ഷങ്ങളെ ബോധ്യപ്പിക്കേണ്ടതായിട്ടുണ്ട്. ശരിയായ വസ്തുത, വികസനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ശരിയായ വസ്തുത, കേരളം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. 21 PSC മെമ്പർമാരുണ്ട്. പക്ഷേ നിയമനങ്ങളെല്ലാം നടക്കുന്നത് പിറംവാതിലൂടെയാണ്. സമ്പൂർണമായിട്ട് കേരളം തകർന്നിരിക്കുകയാണ്. ആരോഗ്യരംഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവണത വലിയ ഭീഷണിയാണ്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് പകർച്ചവ്യാധികൾ പടരുകയാണ്. ഒരു നടപടിയുമില്ല. ആരോഗ്യ മേഖല സമ്പൂർണമായിട്ട് തകർന്നിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായിട്ടും അവതാളത്തിലായിരിക്കുന്നു. ഒരു തരത്തിലുള്ള ഉൽപാദനവും നടക്കുന്നില്ല, നികുതി പിരിവ് നടക്കുന്നില്ല, സാമ്പത്തിക തകർച്ചയാണ്, കടക്കെണിയാണ്. ഇതിന് പരിഹാരം UDFന് ഉണ്ടാക്കാൻ കഴിയുമോ? എന്തെങ്കിലും ഒരു വ്യത്യാസം LDFും UDFും തമ്മിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ നാട്ടിലെ ജനങ്ങളെ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗതിയും വികസനവും. അതുകൊണ്ട് ജോലി ഭാരം കൂടുകയാണ് ഓരോ BJP പ്രവർത്തകനും. പക്ഷെ അത് ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസമുള്ളവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പഞ്ചായത്ത് പ്രസിഡന്റുമാരുവരെയുള്ള ആൾക്കാരെയാണ് ഇന്ന് വിളിച്ചിരിക്കുന്നത്. ഒരു വർഷം കഴിയുമ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അത്യുജ്വലമായിട്ടുള്ള മുന്നേറ്റം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് ഇവിടെ ആസൂത്രണം ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ ഏതാനും മാസങ്ങൾക്കകം വന്നു ചേരുകയാണ്. ശരിയായ തയ്യാറെടുപ്പുകളോടുകൂടി നമുക്ക് മുന്നോട്ട് പോവേണ്ട ആവശ്യമുണ്ട്. 2026 നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുതൽ മുകളിലോട്ടുള്ള എല്ലാവരോടും ഞാൻ അടിവരയിട്ട് പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ നേതൃത്വം കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ അവർ ചെന്ന് 2026 നമ്മുടെ കൃത്യമായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണ വർദ്ധിപ്പിക്കാൻ ആവശ്യമുള്ള ഈ അടിത്തറയിൽ നിന്നൊക്കെ ഒരു കുതിച്ചുചാട്ടത്തിനുള്ള ഒരു വലിയ മുന്നേറ്റത്തിനുള്ള തയ്യാറെടുപ്പിന് നമ്മൾ ഇപ്പോഴേ പരിശ്രമം ആരംഭിക്കണം. അതിൻ്റെ ഔപചാരികമായ തുടക്കമാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. നമുക്ക് വളരെ സന്തോഷമുണ്ട്. ദേശീയ അധ്യക്ഷൻ തന്നെ എല്ലാ തിരക്കുകളും മന്ത്രിയായിട്ടുണ്ടും ദേശീയ അധ്യക്ഷ പദവിയിലും ഇരിക്കുന്ന അദ്ദേഹം ഇന്ന് നമ്മുടെ ഈ യോഗത്തിൽ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എത്തുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസവും നമുക്ക് പ്രേരണയും നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം. അതുപോലെ തന്നെ ആ ഒരു മാർഗനിർദ്ദേശത്തിന് കീഴിൽ നമുക്ക് ശരിയായി മുന്നോട്ട് പോകാനുള്ള വഴിയാണ് തുറന്നു വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് 2 പ്രധാന വ്യക്തികൾ കൂടി ഇവിടെ വന്നു ചേരേണ്ടതായിരുന്നു. നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിജി, അദ്ദേഹം ഈ സമ്മേളനത്തിൽ വരാമെന്ന് ഏറ്റതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ത്രിപുരയിൽ ഒരു വലിയ ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് അദ്ദേഹം വരാത്തത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വിജയത്തോടടുത്തെത്തിയ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി വെറും 40 ദിവസം കൊണ്ട് 1.5% വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ വരേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് വിദേശ പര്യടനത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനും ഇന്ന് വരാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും തന്നെ ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വൈകുന്നേരം നഡ്ഡാജിയുടെ സമാപന പ്രസംഗം കഴിയുന്നത് വരെ ഒരൊറ്റ പ്രവർത്തകൻ പോലും ഇവിടുന്ന് പോകരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി